മഹാനായ തൽഖ് ബിൻ ഹബീബ് റളിയല്ലാഹു തആല മഹാനവർകൾ പറയാണ്, ഇന്ന ഹുഖൂഖല്ലാഹി അഅ്ദം മിൻ അൻ യഖൂമ ബിഹൽ ഇബാദ്. അല്ലാഹുവിന് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട നമ്മുടെ ബാധ്യതകൾ നമുക്ക് മുഴുവനായി ചെയ്തു കൊടുക്കാൻ കഴിയില്ല. അല്ലാഹു ഏൽപ്പിച്ച പല വിഷയങ്ങളും നമുക്ക് മുഴുവനായിട്ട് അല്ലാഹു ഉദ്ദേശിക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. വലാകിൻ അസ്ബിഹു തായിബീൻ വംസു തായിബീൻ. രാവിലെയും വൈകുന്നേരവും തൗബ ചെയ്തുകൊണ്ടിരിക്കും, രാവിലെയും വൈകുന്നേരവും പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കും. നമുക്ക് മുഴുവൻ അല്ലാഹു ഏൽപ്പിച്ച് ചെയ്യാൻ കഴിയില്ല. നമ്മുടെ നിസ്കാരം കഴിയുമ്പോഴേക്കും അസ്തഗ്ഫിറുല്ലാഹ് അല്ലാതെ നിസ്കരിച്ചു റബ്ബേ, നീ ഉദ്ദേശിക്കുന്ന പോലെ ആയിട്ടുണ്ടോ എന്ന് അറിയില്ല, എനിക്ക് പുറത്തുതാ ഉടച്ചവനെ. അല്ലാഹു ഏൽപ്പിച്ചത് മുഴുവൻ അതുപോലെ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് തെറ്റ് ചെയ്യുന്നതല്ല ഐബ്, വലാകിൻ കുല്ലൽ ഐബ്, എല്ലാ ഐബും ആ തെറ്റിൽ നിലനിൽക്കുമ്പോഴാണ്. അൻ തുസിറ അലൽ ഖതാ, ഒരു തെറ്റ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുക. ഒരു തെറ്റ് സംഭവിച്ചു പോയി, പക്ഷേ ആ തെറ്റിൽ ആനന്ദം കൊള്ളുന്നത്, ആ തെറ്റ് സ്ഥിരമായി കൊണ്ടു നടക്കുന്നത്, ഇത് അപകടമാണ്. അല്ലാഹു തആല അവൻ ചെയ്തു തന്ന ഔദാര്യങ്ങൾ മറക്കുകയും അല്ലാഹു നമ്മെ വീക്ഷിക്കുന്നുണ്ട് എന്ന് മറന്നു പോവുകയും ചെയ്ത് പശ്ചാത്തപിക്കാതെ തെറ്റിൽ തന്നെ നിലകൊള്ളുന്നതാണ് അപകടം. തെറ്റ് സംഭവിച്ചേക്കും, മനുഷ്യന്മാരാണ്, തെറ്റ് സംഭവിക്കും, മനുഷ്യന്മാരാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം മഅസൂമായിട്ട് ആരും ബാക്കിയില്ല. എല്ലാ നബിമാരും അംബിയാഇന്റെ കാലം കഴിഞ്ഞു. സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം ഉണ്ടാവും. അതുവരേക്കും അതിനിടയിലുള്ള എല്ലാവരും മനുഷ്യർ, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരടക്കം അവരിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം. അവർ തൗബ ചെയ്ത് മടങ്ങും. മുഅ്മിനീങ്ങളായ എല്ലാവർക്കും തെറ്റ് സംഭവിക്കാം. കാരണം മനുഷ്യൻ കുല്ലുബിനി ആദമ ഖത്താ, എല്ലാ ആദമിന്റെ സന്തതിയും അലൈഹിസ്സലാത്തു വസ്സലാം ഖത്താ, തെറ്റ് ചെയ്ത് കൂട്ടുന്നവരാണ്. തെറ്റ് നമുക്കറിയാം പാടില്ല, അതുകൊണ്ട് പെട്ടെന്ന് അല്ലാഹ് ഞാൻ പറഞ്ഞ തെറ്റായിപ്പോയല്ലോ, പടച്ചവനെ ഞാൻ ചെയ്ത് തെറ്റായിപ്പോയല്ലോ. തെറ്റ് സംഭവിച്ചു ഉടനെ തൗബ ചെയ്യും. ഈ തിന്മ ചെയ്യുന്നവരിൽ, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവരാരാണ്? തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. നമുക്ക് ഓർക്കാൻ സയ്യിദ് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ ഒരു ഉപദേശം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഇബ്രാഹിം അദ്ഹം തങ്ങളെ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളാണ്, എന്തെങ്കിലുമൊക്കെ ഒരു മരുന്ന് തരുമോ, എന്തെങ്കിലും ഒരു മരുന്ന് തരുമോ എനിക്ക് രക്ഷപ്പെടാൻ? ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഞാൻ 5 കാര്യം പറഞ്ഞു തരാം, നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. 1, അള്ളാഹുവിന് തെറ്റ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല, പക്ഷെ അള്ളാഹു തരുന്ന ഭക്ഷണം നീ കഴിക്കരുത്. അതിപ്പോ എങ്ങനെയാ പടച്ചോനെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക? നീ തെറ്റ് ചെയ്താക്കാം, നിനക്ക് തെറ്റ് ചെയ്യാം, പക്ഷെ അള്ളാഹുവിന്റെ ഭൂമിയിൽ നീ താമസിച്ചേക്കരുത്. യാ അല്ലാഹ്, നിനക്ക് തെറ്റ് ചെയ്യണമെന്നുണ്ടോ? എന്നാ പിന്നെ അള്ളാഹു കാണാത്തൊരിടത്തേക്ക് നീ പോ. നിനക്ക് തെറ്റ് വേണോ, തെറ്റ് ചെയ്യേണ്ടതുണ്ടോ? എന്നാൽ മരണം വരുന്ന സമയത്ത് റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കിനോട് പറയും, ഞാനിപ്പോ മരിക്കാൻ റെഡിയല്ല. അതിന് റെഡിയാണോ? മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ അദാബിന്റെ മലക്കുകൾ നരകത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പറഞ്ഞേക്കണം, ഞാൻ വരുന്നില്ല, ഞാൻ സ്വർഗത്തിലേക്ക് പോവാൻ. ഇത് നിനക്ക് ചെയ്യാൻ കഴിയോ? കഴിയില്ല. എന്നാൽ തൗബ ചെയ്ത് മടങ്ങിക്കോ. അള്ളാഹുവിന്റെ ലോകമാണ്. നമ്മളല്ല ചെടിയെ മുളപ്പിച്ചത്. നമ്മൾ ഉണ്ണുന്ന ഭക്ഷിക്കുന്ന റൊട്ടിയോ അപ്പമോ ഹുബൂസോ എന്തോ ആകട്ടെ, അത് മുളപ്പിച്ചവൻ അള്ളാഹുവാണ്. നമുക്ക് വിതറാനേ കഴിയൂ. വിതറുന്ന ധാന്യം പോലും അള്ളാഹു ഉണ്ടാക്കിയത്, അവനാണ് മുളപ്പിക്കുന്നത്. നമുക്കത് പ്രോസസ് ചെയ്യാനേ കഴിയൂ. അള്ളാഹുവാണ് അതിന്റെ സെറ്റപ്പ് നടത്തിയത്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വളരെ ഉച്ചത്തിൽ, പടച്ചവനെ ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങി റബ്ബേ, നീ തരുന്ന ഭൂമി, നീ തരുന്ന ഓക്സിജൻ, നീ തരുന്ന ലങ്സ്, നീ തരുന്ന ആരോഗ്യം, ഇതെല്ലാം ഉപയോഗിച്ച് അള്ളാഹുവെ ഞാൻ നിനക്ക് തെറ്റ് ചെയ്ത് ജീവിച്ചുവല്ലോ, എനിക്ക് മാപ്പുതാ. നിന്റെ ഭൂമി, നീ എന്നെ കാണുന്നു, നിന്റെ അദാബിന്റെ മലക്കുകൾ വരും, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ റൂഹിനെ പിടിക്കാൻ നീ മലക്കുകളെ പറഞ്ഞയക്കുമ്പോ അതൊന്ന് പോസ്റ്റ്പോൺ ചെയ്യാനും എനിക്ക് കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവെ ഞാൻ തൗബ ചെയ്ത് മടങ്ങി റബ്ബേ, ഞാൻ നിന്നിലേക്ക് മടങ്ങി പടച്ചവനെ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങി എത്രയോ ആളുകളുടെ ജീവിതത്തിലെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കും അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങണം. എപ്പോഴും നിരന്തരമായി, ഓരോ ദിവസവും കുല്ലു യൗമിൻ യംദി അലൈക ലാ തഅസുല്ലാഹ ഫീഹി ഫയൗമു ഈദ്. അങ്ങനെയാണ് പണ്ഡിതന്മാർ പറയാ. ഏതെങ്കിലും ഒരു ദിവസം കാര്യമായൊരു തെറ്റൊന്നും ചെയ്തത് ഓർമ്മയില്ല, അങ്ങനെ ഒരു തെറ്റൊന്നും ചെയ്തിട്ടില്ല ഒരു ദിവസം, അങ്ങനെ ഒരു ദിവസം നമുക്ക് കഴിഞ്ഞു കിട്ടിയാൽ അത് പെരുന്നാളാണെന്നാണ്. യൗമു ഈദ്, അത് പെരുന്നാളാണ് ആ ദിവസം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമുക്ക് മാത്രം പെരുന്നാൾ, അടുത്തുള്ള ആൾക്കാർക്കും പെരുന്നാൾ വേണം അല്ലെ, വീട്ടുകാർക്കും പെരുന്നാൾ വേണം. ഒരു വീട്ടിൽ തന്നെ പെരുന്നാൾ മറ്റോ നോമ്പ് ആഫിത്തിനൊക്കെ മുമ്പുണ്ടായല്ലോ, ഒരു റാഹത്തും അതിലില്ല. അപ്പൊ നമുക്ക് മാത്രം പെരുന്നാൾ ആയാൽ പോരാ, നമ്മുടെ കൂടെ ഉള്ളവർക്കും ഈ മെസ്സേജ് എത്തിച്ചു കൊടുത്താൽ നമ്മൾ എല്ലാവർക്കും അൽഹംദുലില്ലാഹ്
ജീവിതത്തിൽ പെരുന്നാളുകൾ ആഘോഷിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് കിട്ടും. കുല്ലു യൗമിൻ, ഏതെങ്കിലും ഒരു ദിവസം ഒരു പാപം ചെയ്യാതെ അങ്ങോട്ട് കഴിഞ്ഞു കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് അള്ളാഹുവിന്റെ നൂറും പ്രകാശവും അള്ളാഹുവും സ്നേഹവും നമ്മുടെ ഈമാനും വർദ്ധിക്കുന്നത്. അങ്ങനെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനും വർദ്ധിപ്പിച്ചു തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറബ്ബുകൽ ഗഫൂറു ദുർ റഹ്മ ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ് ബൽ ലഹും മൗഇദുൻ ലൻ യജിദൂ മിൻ ദൂനിഹി മൗഇലാ. അല്ലാഹു തആല നമ്മളൊക്കെ ചെയ്യുന്ന തെറ്റുകൾക്ക് അപ്പോഴേക്കും അല്ലാഹു ശിക്ഷ നൽകുകയാണെങ്കിൽ മനുഷ്യന്മാർ നഷ്ടപ്പെട്ടു പോയേനെ, മനുഷ്യന്മാർക്ക് കടുത്ത പരാജയം സംഭവിച്ചു പോയേനെ. അല്ലാഹു ഉടനെ ശിക്ഷിക്കുന്നില്ലല്ലോ. തെറ്റ് ചെയ്ത് ആ ഒരു രാത്രി വരെ ചില ആളുകൾ കിടന്നുറങ്ങി എഴുന്നേൽക്കുന്നു, പിറ്റേന്നാവുന്നു, 2 ദിവസം 3 ദിവസമൊക്കെ നിരന്തരമായ തെറ്റുകളുടെ ചിന്തയിലായി കഴിഞ്ഞുപോയി. പിന്നീട് ഒരു പക്ഷെ അള്ളാഹു മനസ്സിന്റെ ഒരു തുറവ് വരുന്നു, അള്ളാഹുലേക്കൊന്ന് മടങ്ങണമെന്ന് തോന്നുന്നു, ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കണമെന്ന് തോന്നുന്നു. അത്രയും നേരം അള്ളാഹു നമ്മെ വിട്ടുതന്നില്ലേ? അതൊരു വലിയ സൗഭാഗ്യമല്ലേ? നമ്മുടെ മരണം വരേക്കും അള്ളാഹു കണക്കാക്കിയ വർഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു നമുക്ക് വിട്ടുതരുന്നുണ്ട്. തിന്മ ചെയ്യുന്ന അവസ്ഥയിൽ പോലും അള്ളാഹു നമ്മെ പെട്ടെന്ന് മരിപ്പിച്ചു കളഞ്ഞില്ലല്ലോ. അതുകൊണ്ട് റബ്ബനാ ലക്കൽ ഹംദ്. അള്ളാഹു ഈ നൽകുന്നത് അവരിലേക്ക് തിരിച്ചു നടക്കാനുള്ള അവസരമാണ്. മഹാനായ അബൂ ഹിശാം സൂഫി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനവറുകൾ ബസ്റയിലേക്ക് യാത്ര പോകുന്ന ഒരു സംഭവം, ഇറാഖിലേക്ക് പോവുകയാണ്. മഹാനവറുകൾ യാത്ര പോകാൻ ഒരു കപ്പലിൽ കയറുകയുണ്ടായി. അദ്ദേഹം ഇറാഖിലേക്ക് എത്തണം. അപ്പൊ കപ്പലിൽ ചെല്ലുമ്പോ ആ കപ്പലിൽ ഒരു മുതലാളിയും അദ്ദേഹത്തിന്റെ കൂടെ ഒരു അടിമസ്ത്രീയുമുണ്ട്. നല്ല സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരി പെണ്ണുമുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് കയറാൻ നിൽക്കുമ്പോ ആ മുതലാളി പറഞ്ഞു, പിന്നെ കപ്പലിൽ സ്ഥലമില്ല, കപ്പൽ ഫുള്ളാണ്, നിങ്ങൾക്ക് ഇവിടെ സീറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ മഹാനായ അബൂ ഹിശാം സൂഫി റഹ്മത്തുള്ളാഹി അലൈഹി കണ്ടാൽ ഒരു ദരിദ്രനായ മനുഷ്യനാണെന്ന കണ്ടാ തോന്നുക. അപ്പോ മഹാനവറുകൾ ഇങ്ങനെ വളരെ വിഷമിച്ച് നിന്ന്, റബ്ബേ ഒരു കപ്പൽ പോയാൽ പിന്നെ ഒരു കപ്പൽ കിട്ടണമെങ്കിൽ 2 ആഴ്ച കഴിയേണ്ടി വരും, അന്നത്തെ കാലം അങ്ങനെയാണ്. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, പിന്നെ പാവ മനുഷ്യനല്ലേ, ഫഖീറല്ലേ, കയറിക്കോട്ടെ എന്ന്. എന്നാ കയറിക്കോട്ടെ. അങ്ങനെ കയറി. അങ്ങനെയാണ്. വലിയ വലിയ അർബാക്കന്മാരത്ത് നടക്കാത്ത കാര്യം അവിടുത്തെ ഡ്രൈവർമാരോ ഖാദിമീങ്ങളോ വിചാരിച്ചാൽ നടക്കുമല്ലോ. അപ്പോ കയറിക്കോട്ടെ എന്ന് പറഞ്ഞു. കയറിയിരുന്നു. ഭക്ഷണത്തിന്റെ നേരമായി ഇയാൾ ചോദിക്കുന്ന പെണ്ണിനോട്, അയാളുടെ ഭാര്യ എന്നല്ല, ഒരു ചെറുപ്പക്കാരി പെണ്ണിനെ അയാൾ കൊണ്ടുപോവുകയാണ് കൂടെ. ഭക്ഷണം എടുക്കുമെന്ന് പറഞ്ഞു. ഉച്ചഭക്ഷണം എടുത്തു. അപ്പൊ ആ പെൺകുട്ടി പറഞ്ഞു, ഈ പാവപ്പെട്ട മിസ്കീന് കൊടുക്കല്ലേ, നമ്മുടെ അടുത്തല്ലേ ഇരിക്കുന്ന അയാളെ കൊടുക്കല്ലേ. ഓക്കെ, കൊടുത്തോന്നു. ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോ ഇയാൾക്ക് പിന്നെ കള്ളു കുടിക്കണം. അപ്പോ ഇത് കൊടുക്കല്ലേ എന്ന് ചോദിച്ചു അയാള്. അത് വേണ്ട, നമ്മുടെ മാന്യനായ ഒരു അതിഥിയല്ലേ, അയാളോട് തെറ്റ് ചെയ്യിപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് അവർ കള്ളും തന്നില്ല, അവർ കുടിച്ചു. അയാൾ കള്ളു കുടിച്ചു. അതങ്ങനെ മയക്കത്തിലായപ്പോ അദ്ദേഹം പറഞ്ഞു, നിന്റെ ആ വീണയും ആ ഉപകരണങ്ങളും ഒക്കെ ഒന്ന് പുറത്തെടുക്ക്, നീ നിന്റെ പാട്ടങ്ങ് പാടിക്കോ, ഞാനൊന്ന് കേട്ട് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ വീണ വായിക്കാൻ തുടങ്ങി, പാട്ടുപാടാനും തുടങ്ങി. മനോഹരമായ പാട്ടുപാടി അവള്. പാട്ട് കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, അല്ല നിങ്ങൾക്ക് ഇങ്ങനെ പാട്ടുപാടാനൊക്കെ അറിയോ എന്ന് ചോദിച്ചു. പാട്ടുപാടാൻ അറിയോ? കുറെ മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നല്ലോ, എല്ലാ സൂപ്പർ മാർക്കറ്റിലും കയറിയിട്ട് ഷോപ്പിംഗ് മാളിലും പാട്ടുപാടാൻ അറിയോ എന്ന് ചോദിക്കുന്നത്. അത് നിർത്തി അല്ലേ. മഹാനവറുകളോട് ചോദിച്ചു, പാട്ടറിയോ, നിങ്ങൾക്ക് പാട്ടറിയോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇതിനേക്കാളും രസമുള്ളൊരു സാധനം എന്റെ അടുത്തുണ്ട്, പാട്ടിനേക്കാളും രസമുള്ളതെന്ന്. എന്നാ വരട്ടെ എന്ന് പറഞ്ഞു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദശ് ശംസു കുവിറത് وإذا النجوم انكدرت وإذا الجبال سيرت وإذا العشار عطلت وإذا الوحوش حشرت وإذا البحار سجرت وإذا النفوس زوجت وإذا الموءودة سئلت بأي ذنب قتلت وإذا الصحف نشرت. മതി. ഇദ നുഷിറത്,
നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ മനുഷ്യരുടെ രേഖകൾ അള്ളാഹു തുറന്നു വെക്കുമ്പോൾ മതി 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 അദ്ദേഹം കരയാൻ തുടങ്ങി. പെണ്ണിനോട് പറഞ്ഞു, പെണ്ണെ അൻതി ഹുർറത്തുൽ ലിവജ്ഹില്ല, നീ പൊയ്ക്കോ, ഇൻതൊലിഖി, നീ പൊയ്ക്കോ, അള്ളാഹുവിന് വേണ്ടി ഞാൻ നിന്നെ സ്വതന്ത്രയാക്കിയിരിക്കുന്നു, നീ എന്റെ കൂടെ ഇനി നടക്കണ്ട, നിന്നെ ഞാൻ വെറുതെ വിട്ടു, നീ പൊയ്ക്കോ, നിനക്ക് സ്വാതന്ത്ര്യം തന്നു. കള്ളിന്റെ കുപ്പി മാറ്റിവെച്ചു. ആ വീണക്കമ്പി മുഴുവനും അദ്ദേഹം പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് കരയാൻ തുടങ്ങി, വല്ലാത്ത കരച്ചിൽ. ചോദിച്ചു, യാ അഖി, മഹാനായ അബൂ ഹിശാം സൂഫിയോട്, അതറല്ലാഹ യഖ്ബലു തൗബതി, എന്റെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കോ? തീർച്ചയായും തീർച്ചയായും അല്ലാഹു സ്വീകരിക്കും. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ, ശുദ്ധിയുള്ള ആളുകളെയും തൗബ ചെയ്യുന്നവരെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അല്ലാഹു തആല ഹബ്ബ് ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ തൗബ അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു തന്നെ പറഞ്ഞില്ലേ, വഹുവല്ലദീ യഖ്ബലു തൗബത അൻ ഇബാദിഹി വയഅഫു അനിസ് സയ്യിആത്ത്, അല്ലാഹു അല്ലേ അടിമകൾക്ക് പുറത്തു കൊടുക്കുന്നത്, അവനല്ലേ തെറ്റുകൾ മാപ്പ് ചെയ്തു കൊടുക്കുന്നത്. ആ കപ്പലിൽ വെച്ച് ഇയാൾ നന്നായി, മാഷാ അല്ലാഹ്. അവിടെ പിന്നെ ഉറച്ചു. മഹാനായ അബൂ ഹിശാം തങ്ങൾ പറയാം, ആ മനുഷ്യന്റെ കൂടെ ഞാൻ 40 കൊല്ലം പിന്നീട് ജീവിച്ചു, എന്റെ നല്ല സുഹൃത്തായി മാറി. 40 കൊല്ലം ഞാൻ അദ്ദേഹത്തിന്റെ കൂടെയാണ്. 40 കൊല്ലം. അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു. സജ്ജനങ്ങളായ ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്നൊരു വളരെ അത്ഭുതകരമായ ഒരു കമ്മ്യൂണിക്കേഷനാണ് സ്വപ്ന ദർശനത്തിലൂടെ നൽകുന്നത്. മഹാനവറുകൾ ചോദിച്ചു, ഇലാ മാ സുർത്, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു. ഇലൽ ജന്ന, അള്ളാഹു എനിക്ക് സ്വർഗം തന്നു. വരാൻ പോകുന്ന നന്മയെ അള്ളാഹു അറിയിച്ചു കൊടുക്കും. അപ്പോ ഈ മരിച്ച മനുഷ്യനിൽ നിന്ന് സ്വപ്നദർശനം ഉണ്ടാകുന്നു. മഹാനായ അബൂ ഹിശാം തങ്ങൾ കേൾക്കുകയാണ്, സ്വപ്നത്തിൽ കാണുകയാണ്, അള്ളാഹു എനിക്ക് സ്വർഗം തന്നു. എന്തേ കാരണം? ബിഖിറാഅതിക അലയ്യ, നിങ്ങൾ എനിക്ക് ഓതി തന്നില്ലേ. വഇദ സുഹുഫു നുശിറത്, നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മുടെയൊക്കെ രേഖകൾ തുറന്നു വെക്കുമ്പോൾ ഒരു മനുഷ്യൻ ചെയ്തത് മുഴുവനും ആളുകൾ അറിയാത്തത്, സ്വന്തം ഭാര്യ പോലും അറിയാത്തത്, സ്വന്തം വീട്ടുകാരറിയാത്തത് എല്ലാം അള്ളാഹു തുറന്നു വെക്കുന്ന നേരം അത് നിങ്ങളങ്ങ് ഓതി തന്നില്ലേ, അവിടെ മുതൽ ഞാൻ ചെയ്ത അധ്വാനമാണ്, അള്ളാഹു എനിക്ക് സ്വർഗം തന്നു എന്ന് മഹാനായ അബൂ ഹിശാം തങ്ങളോട് ഈ മനുഷ്യൻ സ്വപ്ന ദർശനത്തിൽ പറയുകയുണ്ടായി. സുബ്ഹാനല്ലാഹ്, നമ്മളിത് കേൾക്കുന്നില്ലേ? ഇദ സുഹുഫു നുശിറത് വഇദ السماء കുശിതത് വഇദ الجحيم സുഇറത് വഇദ الجنة ഉസ്ലിഫത് അലിമത് നഫ്സും മാ അഹ്ദറത്. നാളെ അല്ലാഹുവിന്റെ സ്വർഗം കൊണ്ടുവരുമ്പോ, നരകം കത്തിക്കപ്പെടുമ്പോ, ഓരോ ശരീരവും എന്ത് ചെയ്തു എന്ന് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്ന ദിവസം, ഇതൊക്കെ ഓതുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിലൂടെ കടന്നു പോകുമ്പോ അക്കം കൽബിൽ തോന്നുന്നുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം തോന്നാറുണ്ടോ? ഒരു പേടിയും വിറയും തോന്നാറുണ്ടോ? നമ്മുടെ കൽബിന്റെ ഉള്ളിലേക്ക് ഒരു തരം കോരിത്തെരിപ്പ് അള്ളാഹുവിന്റെ കലാമുകൾക്കും ഉണ്ടാകാറുണ്ടോ? എങ്കിൽ മാഷാ അല്ലാഹ്, അത് വലിയൊരു സൗഭാഗ്യമാണ്. ഇല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ കൽബിനെ മാറ്റിയെടുക്കണം, അള്ളാഹുലേക്ക് നമുക്ക് ഒന്നുകൂടെ അടുക്കണം എന്നാണ് അതിനർത്ഥം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله خير.